പ്രസവമെടുത്ത ഈ ഏറ്റവും നല്ല ശുഭകരമായ ഒരു കർമ്മത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ തന്നെ കൂടെയുണ്ട്. ഡോക്ടറുടെ പേരെന്താ? എൻ്റെ പേര് യാസിർ. എന്താണ് ഉണ്ടായത് പറയുമോ? നമുക്ക് അല്പം മുന്നേ ഒരു KSRTC ബസ് ഇവിടെ വന്ന് നിർത്തുകയും അതിൽ ഒരു രോഗിക്ക് ഇതേപോലെ ഗർഭിണിയാണെന്നും ആൾക്ക് വയറിന് വേദന, പ്രസവ വേദന എന്നുള്ള രീതിയിലാണ് ബൈസ്റ്റാൻഡേഴ്സ് നമ്മളെ അപ്രോച്ച് ചെയ്തിരുന്നത്. ഉടനെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആ കുഞ്ഞിൻ്റെ തല ഏകദേശം പുറത്തെത്തിയിരുന്നു. നമ്മൾ ക്രൗണിങ് എന്ന് നമ്മൾ പറയും. അവിടെ വെച്ച് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുകയും നമ്മൾ ബാക്കി അവിടെ വെച്ച് തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യാനും അത് കട്ട് ചെയ്ത് കൊച്ചിനെയും അമ്മയും സേഫ് ആക്കാനും അവിടെ വെച്ച് തന്നെ സാധിച്ചു. ഒന്ന് സ്റ്റേബിളായതിനു ശേഷം നമ്മൾ അവരെ സ്ട്രെച്ചറിലാക്കി നമ്മൾ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടർന്ന് ബാക്കി പീഡിയാട്രിക് വിഭാഗവും ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാരുടെ സഹായത്തോടെ അവരുടെ ബാക്കി ട്രീറ്റ്മെൻറ്റ് നൽകി അവരിപ്പം അവർ അറ്റ് പ്രസൻറ്റ്. എത്ര മാസമായിട്ടുണ്ടായിരുന്നു യുവതി? 9 മാസമായി എന്നായിരുന്നു അവർ പറഞ്ഞത്. 9 ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിരുന്നത്. അവര് എനിക്ക് തോന്നുന്നു കൃത്യം ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവര് എങ്ങോട്ടോ കുട്ടിയായിരുന്നു അവരുടെ ആക്ച്വലി പെൺകുഞ്ഞാണ്. 5ാമത്തെ കുട്ടിയാണോ? അതെ, 5ാമത്തെ കുട്ടിയായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അതെ അതെ 5ാമത്തെ കൊച്ചാണെന്നാ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ബസ്സിനകത്ത് വെച്ച് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? നമുക്ക് ഡെഫിനറ്റ്ലി എക്യുപ്മെന്റ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബസ് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു എൻട്രൻസും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾ ബാക്കി എക്യുപ്മെന്റ്സും കാര്യങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഒരു ഇതിൽ എക്സ്പീരിയൻസിൽ ഇതിന് മുൻപ് ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ? ഫസ്റ്റ് ടൈം തന്നെ പറയാം. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് വരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ് ഏത് സിനാരിയും. അതിനാണല്ലോ നമുക്ക് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഹോസ്പിറ്റൽസും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യസമയത്ത് ഇടപെട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്? ഏകദേശം 2.5 കിലോ ആണ്. നമുക്ക് ഏകദേശം നോർമലാണോ? അതെ, കൊച്ചു നോർമലല്ല. എടുക്കുമ്പോ തന്നെ കരഞ്ഞിരുന്നു. അത് പ്രസവത്തിന്റെ സമയത്ത് മീൻസ് ബസ്സിന്റെ അകത്ത് തന്നെ ഒരു ചെറിയതായിട്ട് കരഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് സക്ഷനൊക്കെ കൊടുത്തപ്പോൾ വീണ്ടും കുട്ടി നല്ലപോലെ കരയും. നല്ല ആരോഗ്യസ്ഥിതിയിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത ബേബിയാണ്. ഈ 9 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ബസ്സിൽ യാത്ര എങ്ങനെയാ, ഒരു പ്രിഫറബിൾ ആണോ? പ്രിഫറബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ ഒരുപക്ഷെ ആ റോഡിന്റെ ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കും. ചിലപ്പോൾ അവർ പറഞ്ഞിരുന്നു 9 മാസം ആയി എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു വേറെ നല്ല സുഖമായിരിക്കുന്നു അമ്മയും കുഞ്ഞും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അതിന് നമ്മളുടെ അമലയിൽ എല്ലാ സജ്ജീകരണം ഉണ്ട്. ആക്ച്വലി അമല ഒരു ടെറിഷറിയും കടന്ന ഒരു ക്വാട്ടർണറി സെന്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലേ. ഇമ്മീഡിയറ്റ് ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. അതെ അതെ അതെ, നല്ല എക്സ്പീരിയൻസ് ആയി. ഓക്കെ, അപ്പോൾ സുജയ, ഇതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ PRO തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹമാണ് നമ്മൾ ആദ്യം വിവരമറിച്ചത്. അപ്പോൾ അവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ PRO ഉണ്ട്, ഹോസ്പിറ്റലിലെ PRO അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. തന്നെ യാത്ര ചെയ്തിരുന്നത്, ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഭർത്താവ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. തനിച്ചായിരുന്നു യാത്ര യാത്ര. അപ്പൊ ഇവരാരോട്, കൂടെയുള്ള യാത്രക്കാരോടാണ് അങ്ങനെ പ്രശ്നം? കൂടെയുള്ള യാത്രക്കാരോട് ആണ് ഇവർ പ്രശ്നാദ്യം പറഞ്ഞത്. അവരൊക്കെ സപ്പോർട്ട് ചെയ്യും, ലേഡീസ് യാത്രക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു. പിന്നീടാണ് ഭർത്താവ് എത്തിയത്. ഭർത്താവ് ഇപ്പോൾ അടുത്ത ഒരു 2 മണിക്കൂറിന് ശേഷമാണ് എത്തിയത്. ഏകദേശം സമയം എത്രയായിരുന്നു? എങ്ങനെയൊക്കെ അതിന്റെ ഇവിടെ ഇങ്ങോട്ട് കയറ്റി ഇതിന്റെ എമർജൻസിയുടെ പുറത്ത് വെച്ച് KSRTC ബസ്സിൽ ആളുകൾ ഇറങ്ങിയോ? എത്ര പേരുണ്ടായിരുന്നു ഏകദേശം ബസ്സിൽ? അധികം പേരുണ്ടായിരുന്നല്ലോ, ഒരു 10-15 പേരൊക്കെ ഉണ്ടായിരുന്നു ബസ്. അവരെല്ലാവരും സഹകരിച്ചോ? എല്ലാവരും സഹകരിച്ചു. പുരുഷന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങി, ലേഡീസൊക്കെ അവിടെ കൂടിയിരുന്ന് സൗകര്യം ഒരുക്കിയിരുന്നു. അപ്പോൾ എത്ര ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ചെയ്യാനായിട്ട് ഇവിടെ നിന്നുള്ള ജീവനക്കാർ? ഇവിടുന്ന് 2-3 ഡോക്ടർമാരും മറ്റ് സപ്പോർട്ടിങ് സ്റ്റാഫും നഴ്സുമാരും അടക്കം ടീം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ യാത്രക്കാരുടെ വലിയ സഹകരണം ഉണ്ടായിരുന്നു. അവരെ ലേഡീസ് ആയിരുന്നു കൂടുതൽ യാത്രക്കാർ. ആ ബസ്സിൽ തന്നെ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു, അവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം എന്താ, ബസ് യാത്രക്കാർ അതുവരെ വെയിറ്റ് ചെയ്തു? ഈ പ്രസവം കഴിയുന്നവരെ, ഇത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം യാത്രക്കാരെ കൊണ്ട് പോവായിരുന്നു ബസ്? അതെ അതെ അതെ, അത്ര നേരം അവർ വെയിറ്റ് ചെയ്തു. പിന്നീട് ബസ്സൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പോയത്.